പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒന്നത്രേ ധൈര്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമം നാം പരിശോധിച്ചാൽ മോശയുടെ ശിഷ്യനായിരുന്ന ജോഷുവയെക്കുറിച്ച് ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് ജോഷുവയോട് കൽപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ടും ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ് നാം നിൽക്കുന്നതെങ്കിൽ, നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടാലും നാം ഭ്രമിക്കേണ്ടതായ ആവശ്യം ഇല്ല എന്നത്രേ ദൈവത്തിന്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ധൈര്യത്തിനുള്ള മാർഗം എന്തെന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ ഈ സമയത്ത് എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ധൈര്യം വേണമെങ്കിൽ എന്തു വേണം? ഞാൻ ഉത്തർപ്രദേശിൽ സുവിശേഷം അറിയിക്കാൻ കടന്നുപോയപ്പോൾ അവിടെയുള്ള ചില ഗ്രാമങ്ങളിലും പരിസരസ്ഥലത്തുമൊക്കെ പ്രസംഗിച്ചതിൻ്റെയും അവിടെയുള്ള ജനത്തിന്റെ ആഗ്രഹവും മറ്റുള്ളവരെ ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തു. പലരും എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ അങ്ങനെ ചെയ്യരുത്, ചെയ്താൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വഴി അടഞ്ഞു പോകുമെന്ന് പറയുവാനിടയായി. ഞാനിങ്ങനെ സാധാരണ നോക്കുന്ന സമയത്ത് ഒരു പെർസിക്യൂഷൻ വന്നാൽ, ഒരു പീഡനം വന്നാൽ അത് വലിയ വാർത്തയായി കൊടുത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് എന്തോ ഒരു അസാധാരണ സംഭവം നടക്കുന്നത് പോലെ പറയുന്ന അനേകരുണ്ട്. ഞാൻ അവരോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് അത് രഹസ്യത്തിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല, അത് പരസ്യത്തിലാണ് ചെയ്യേണ്ടത്. ഞാൻ ആരാധിക്കുന്ന കർത്താവ്, എന്നെ വിളിച്ച് വേർതിരിച്ച നസ്രായനായ യേശുക്രിസ്തു ധൈര്യത്തോടെ പബ്ലിക് പ്ലേസുകളിൽ പ്രസംഗിച്ചു. കർത്താവിനെ വിചാരണ ചെയ്യുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ രഹസ്യമായിട്ടൊന്നല്ലല്ലോ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത്, ഞാൻ പരസ്യമായ സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുവാനായിട്ടിടയായി. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് ധൈര്യം എന്ന് പറയുന്നത്. അത് കർത്താവിനെ സാക്ഷീകരിക്കുവാനുള്ള ധൈര്യമാണ്. അതെങ്ങനെ ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചിന്തയുടെ വിഷയം. അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോകപരിചയമില്ലാത്ത, അനേക രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടില്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും
ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു എന്നാണ് കാണുന്നത്. എന്നാൽ അവർക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് അവരുടെ ധൈര്യത്തിന്റെ, യോഹന്നാന്റെയും അതുപോലെ തന്നെ പത്രോസിന്റെയും ധൈര്യത്തിന്റെയും നിദാനമെന്ന് അവർക്ക് മനസ്സിലായി. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ധൈര്യമുള്ളൊരു ക്രിസ്ത്യാനിയായി എനിക്കും നിനക്കും ജീവിക്കണമെങ്കിൽ അനിവാര്യമായിരിക്കുന്ന ഘടകം എന്നെയും നിന്നെയും വിളിച്ചു വേർതിരിച്ച യേശുവുമായി ഒരാത്മബന്ധം ഉണ്ടായിരിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ധൈര്യത്തിനായി യേശുവുമായുള്ളൊരു ആത്മബന്ധം അനിവാര്യമാണെന്നാണ് ഒന്നാമതായി ഞാൻ പറഞ്ഞത്. രണ്ടാമതായി സദൃശ്യവാക്യം 28 അധ്യായം അതിന്റെ 1 വാക്യത്തിൽ ഇങ്ങനെയൊരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ദുഷ്ടന്മാർ ആരും ഓടിക്കാതെ ഓടിപ്പോകും എന്ന് പറഞ്ഞാൽ, കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ ഒരു ദൈവജനത്തെക്കുറിച്ച് വിശുദ്ധനായ പൗലോസ് അറുക്കപ്പെട്ട കുഞ്ഞാട്, പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണെന്നും നാം ആചരിക്കേണ്ട ഉത്സവം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം എന്ന് പറഞ്ഞ് പുളിപ്പില്ലായ്മ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടതയും തിന്മയും എന്ന പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവും എന്ന പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുവിൻ എന്ന് പറഞ്ഞാൽ, ചെയ്യാനിരിക്കുന്ന നന്മ എന്താണെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് തിന്മ, പാപം. ദൈവം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഒരു ദുഷ്ടൻ ചെയ്യുന്നത്, ദുഷ്ടത. അങ്ങനെയാണെങ്കിൽ ദൈവം ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്നതാണ് പുളിപ്പില്ലായ്മയ്ക്ക് വിരോധമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ വളരെ ട്രാൻസ്പെറന്റായ സത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിന്, നീതിമാന്റെ ജീവിതത്തിന് ധൈര്യമുണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തിൽ യോഹന്നാൻ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം, വെളിപ്പാട് എന്ന പുസ്തകം, യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങൾ. അതിൽ യോഹന്നാൻ എഴുതിയ 1 ലേഖനം അതിന്റെ 3 അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ ധൈര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. അടുത്ത വാക്യം, 18 വാക്യം ഇങ്ങനെയാണ്: സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനുമല്ല. ഒരു ക്രിസ്ത്യാനി ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവനായിരിക്കണം. അവൻ ദൈവത്തെയും സ്നേഹിക്കണം, ദൈവജനത്തെയും സ്നേഹിക്കണം, നശിച്ചു പോകുന്ന പാപിയെയും സ്നേഹിക്കണം. ഇന്ന് പലരും ദൈവത്തെ സ്നേഹിക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നില്ല, ദൈവജനത്തെയും സ്നേഹിക്കുന്നില്ല. പലരും സ്വാർത്ഥമായ സ്നേഹവും അതിന്റെ കൂടെ ദൈവത്തോടുള്ള ഭക്തിയും പ്രകടമാക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, ഒരു തികഞ്ഞ ധൈര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു തികഞ്ഞ സ്നേഹം നമുക്കുണ്ടാകണം. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, റോഡ് സൈഡിലൊക്കെ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ, NH-നടുത്താണ് ഈ
പ്രാർത്ഥനാലയം. NH-നടുത്തൊക്കെ ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ആക്സിഡന്റ് പറ്റി കിടക്കുന്ന വ്യക്തികളെ മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തുന്നവരെ കണ്ടിട്ടുണ്ട്. കോരിയെടുത്ത് അല്ലെങ്കിൽ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ താല്പര്യം കാണിക്കാത്ത അനേകരെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ മകന് റോഡിലൊരു ആക്സിഡന്റ് പറ്റി അവൻ റോഡിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ എന്തു ചെയ്യും? ഞാൻ അവൻ്റെ പിതാവാകുകൊണ്ട്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നൊരു മകനുമാകുന്നതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? സെൽഫി എടുക്കാനോ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ശ്രദ്ധിക്കാത്തവരെ പോലെ ആയിരിക്കും. എനിക്ക് അവനുമായൊരു വലിയ സ്നേഹമുള്ളതുകൊണ്ടും ഞാൻ എൻ്റെ അവനെൻ്റെ മകനാകുകൊണ്ടും ഞാൻ അവൻ്റെ പിതാവാകുകൊണ്ടും ഞാൻ ഓടിച്ചെന്ന് ഒട്ടും ഭയമില്ലാതെ ഓടിച്ചെന്ന് അവനെ വാരിയെടുത്ത് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ദൈവമായുള്ള ഒരു ആത്മബന്ധം, ദൈവസ്നേഹം, ആ സ്നേഹത്തിൽ വസിക്കുമ്പോൾ ഭയത്തിന് സ്ഥാനമില്ല. ദൈവമായി തികഞ്ഞ സ്നേഹമുള്ളവൻ മരണത്തെ ഭയപ്പെടുന്നില്ല എന്നാണ് ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. എപ്പോഴും ഒരുക്കത്തോടുകൂടി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തോടുള്ള ആത്മബന്ധം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യാനിന്റെ ജീവിതത്തിൽ ധൈര്യം ഉളവാക്കുമെന്ന ഒന്നാമതായി പറഞ്ഞത്. സദൃശ്യവാക്യം 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നീതിപൂർവമായൊരു ക്രിസ്തീയ ജീവിതത്തിന് ധൈര്യമുളവാകും എന്നാണ്. മൂന്നാമതായി പറഞ്ഞത്, ദൈവത്തോടുള്ള ഒരു അഭേദ്യമായിരിക്കുന്ന സ്നേഹം, ഒരു തികഞ്ഞ സ്നേഹം നമ്മുടെ ഉള്ളിലെ ഉള്ളറകളിലെ ഭയത്തെ മാറ്റിക്കളയുന്നു എന്നാണ് പറഞ്ഞത്. നാലാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എബ്രായ ലേഖനം 11-ാം അധ്യായം 27-ാം വാക്യത്തിൽ നിന്ന് ധൈര്യത്തെക്കുറിച്ചുള്ള മറ്റൊരു കാര്യമാണ്. പലപ്പോഴും മോശയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, മോശ മാർഷ്യൽ ആർട്സിലൊക്കെ വലിയ കഴിവ് സിദ്ധിച്ച് ഫറവോയുടെ പുത്രിയുടെ മകൻ എന്ന അധികാരത്തിലിരുന്ന വ്യക്തിയാണ്. നാം വായിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിന്ന് കേട്ടിരിക്കുന്നത് അവൻ രാജാവിനെ ഭയന്ന് ഓടിപ്പോയെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ അത് 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. വിശ്വാസത്താൽ മോസസ് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് പോന്നു എന്നാണ്. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ, ആ കാഴ്ചയ പ്രാധാന്യം, ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് പോന്നു. ലോത്ത് സോദോം ഗോമോറയിലേക്ക് പോയപ്പോൾ അബ്രഹാം നീരോട്ടമുള്ളത് നോക്കാതെ, ഭൗതികമായി കാണാതെ, അദൃശ്യനായ ദൈവം ശില്പിയായി നിർമ്മിച്ച ആ നഗരത്തിനായി നോക്കി പാർത്തു എന്ന് അബ്രഹാമിനെ കുറിച്ചും ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറയാൻ ആഗ്രഹിച്ച കാര്യം, ഒരുവന്റെ വിശ്വാസത്തിന്റെ ആഴം അവനെ ധൈര്യശാലിയാക്കി മാറ്റും. ഹനനിയാവും മിശായേലും അസറിയും യഹോവയെ സാക്ഷീകരിച്ചതായി ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോലിയാത്തിനെതിരെ ദാവീദ് ആ വെല്ലുവിളി ഏറ്റെടുത്ത് യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചതും തനിക്ക് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഉണ്ടായ ധൈര്യമത്രേ.
അനേക സാഹചര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തിയപ്പോഴും നെഹമ്യാവിന് ശത്രുവിന്റെ നിരുത്സാഹത്തെ ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതിരുന്നതിന്റെ കാരണവും ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള ധൈര്യമത്രേ. അതല്ലെങ്കിൽ പൗലോസ് ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ മധ്യത്തിലും ശക്തിയോടെ പ്രസംഗിക്കുവാൻ അവനെ ശക്തനാക്കിയത് മറ്റൊന്നുമല്ല, ആ ദൈവത്തിലുള്ള വിശ്വാസം, തന്നെ വിളിച്ചു വേർതിരിച്ച ദൈവഭാര്യ ആരെന്ന ബോധ്യവുമാണ്. അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീരപ്രവൃത്തികളോ ചെയ്യാതെ നൂറുകണക്കിന് പേർ ആ മരുഭൂമിയിൽ ജോർദാന്റെ അടുത്തേക്ക് കടന്നു വന്നതിന്റെ രഹസ്യം സ്നാപക യോഹന്നാന്റെ പാപത്തോട് പോരാടുന്നതിനുള്ള ധൈര്യമായിരുന്നു. 80-ാമത്തെ വയസ്സിൽ കാലേബ് ദൈവത്തിനു വേണ്ടി ആ പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ദേശം കൈവശമാക്കുവാൻ പോകുന്ന ധൈര്യവും അവിശ്വാസത്തിന്റെ ഉദാഹരണമാണ്. കഷ്ടത വന്നപ്പോൾ ഫിലിപ്പിയിലെ വിശ്വാസികൾ കഷ്ടത നോക്കാതെ കർത്താവിന് വേണ്ടി നിന്നതും സന്തോഷിച്ചതും കൊടുത്തതും എല്ലാം വിശ്വാസത്താലാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, വിശ്വാസം ധൈര്യം ഉളവാക്കുന്നു. അടുത്തതായ കാര്യം, 5-ാമത്തേതായ കാര്യം എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കരുത് എന്നൊരു നിയമം പാസ്സായപ്പോൾ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നൊരു നിയമം രേഖപ്പെടുത്തിയപ്പോൾ ദാനിയേൽ ചെയ്തത് എന്താണെന്ന് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന് മാളിക മുറിയുടെ കിളിവാതിൽ യെരൂസലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ, ധൈര്യത്തോടെയാണ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. നിങ്ങൾ കേൾക്കണമേ, ആരൊക്കെ എന്തെല്ലാം രേഖ ചമച്ചാലും ചമയ്ക്കാൻ ചിന്തിച്ചാലും അതിനെക്കുറിച്ചോർത്ത് ആകുലപ്പെട്ടും വ്യാകുലപ്പെട്ടും കരയുന്നതിനും പകരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സകലത്തിന് മേൽ അധികാരമുള്ള ദൈവത്തോട് സംസാരിക്കുവാൻ നീ തയ്യാറായാൽ, പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, സ്തോത്രം ചെയ്താൽ തയ്യാറായാൽ, നിനക്ക് എന്തെന്നില്ലാത്ത, എങ്ങനെയെന്ന് വിവരിക്കാൻ കഴിയാത്ത ഒരു ധൈര്യം കടന്നു വരുമെന്ന് ഉത്ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവൃത്തി നാം വായിക്കുമ്പോൾ വിശുദ്ധനായ പൗലോസിന് ധൈര്യമാർജിക്കുവാനിടയായ ഒരു സാഹചര്യത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന ഒരു ഭാഗമാണത്. അപ്പസ്തോല പ്രവൃത്തി 28-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയത്. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ തരത്തിലും വിടുതൽ ലഭിക്കും, അനുഗ്രഹം ലഭിക്കും. ഇവിടെ പറയുന്നു, ദൈവത്തെ വാഴ്ത്തി ആരാധിച്ചപ്പോൾ പൗലോസിന് ലഭിച്ചത് ധൈര്യമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ധൈര്യമില്ലാത്ത ക്രിസ്ത്യാനി കാരമില്ലാത്തൊരു ഉപ്പ് പോലെ തന്നെയാണ്. വെളിച്ചമില്ലാത്ത ഒരു വിളക്ക് പോലെയാണ്. കാരണം ധൈര്യമില്ലാത്തൊരു ജീവിതത്തിൽ നിന്ന് വിശ്വാസത്യാഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധൈര്യമില്ലാത്തൊരു ക്രിസ്ത്യാനി
അവൻ കപടഭക്തിക്കാരനായിരിക്കും. അവനറിയാം അവൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവനാണ്. എന്നാൽ അവന്റെ ജീവിതത്തിൽ യേശുവിനോടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നീതിപൂർവമായ ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിച്ചില്ലെങ്കിൽ, ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാൻ അവന് കഴിഞ്ഞില്ല എങ്കിൽ, ലോകസ്നേഹം അവനെ ഭരിച്ചെങ്കിൽ, വിശ്വാസത്തിൽ അവൻ വീണുപോയെങ്കിൽ, സ്തോത്രവും ആരാധനയും പ്രാർത്ഥനയും അവന്റെ ജീവിതത്തിൽ കുറഞ്ഞുവെങ്കിൽ, ഉറപ്പായി ഞാൻ പറയുന്നു, വിശ്വാസത്തിൽ യേശുവിനോടുള്ള ആത്മബന്ധം ഒരു ക്രിസ്ത്യാനിക്ക് നഷ്ടപ്പെട്ടാൽ, നീതിപൂർവമായൊരു ജീവിതം അവൻ വില കൽപ്പിക്കാതിരുന്നാൽ, ദൈവത്തോടുള്ള സ്നേഹത്തെ കളധികമായി ലോകസ്നേഹം അവനെ ഭരിച്ചാൽ, തികഞ്ഞ സ്നേഹത്തിൽ നിന്ന് അവൻ വിട്ടുപോയാൽ, വിശ്വാസത്തിൽ നിന്ന് അവൻ വീണുപോയാൽ, സ്തോത്രവും ആരാധനയും പ്രാർത്ഥനയും അവന് നഷ്ടപ്പെട്ടാൽ, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? വിശ്വാസത്യാഗവും അതിന്റെ കൂട്ടത്തിൽ കപടഭക്തിയും വരും. അവനൊരു യഥാർത്ഥ ഭക്തനായിരിക്കില്ല, കപടഭക്തനായിരിക്കും, കപടഭക്തിയുള്ള ആളായിരിക്കും. അങ്ങനെ കപടഭക്തിയും അവിശ്വാസവുമുള്ള, ധൈര്യമില്ലാത്ത ഒരു ക്രിസ്ത്യാനി ചെയ്യുന്ന സംഭാവന എന്തെന്നറിയാമോ? മറ്റുള്ളവരുടെ ഹൃദയങ്ങളെപ്പോലും തളർത്തുമെന്നുള്ളത്. പലരും എന്നെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ പീഡനങ്ങളുള്ള സ്ഥലത്ത്, പ്രതികൂലങ്ങളുള്ള സ്ഥലത്ത് കർത്താവിനെ സാക്ഷീകരിക്കാൻ കടന്നു പോകുന്നതിൽ നിന്ന് തളർത്തുന്നതായിരിക്കുന്ന അനേക ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യ ലീഡർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു തളരുന്ന ഹൃദയമല്ല, വിശ്വാസത്തിൽ വളരുന്നൊരു ഹൃദയമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, ഭീരുക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. ഭീരുക്കൾക്കുള്ള സ്ഥലം നരകമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിശ്വാസവും ജഡത്തിലുള്ള ആശ്രയവും പ്രശസ്തിക്കാനുള്ള മോഹങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിനായുള്ള ഓട്ടവും നിർത്തി യേശുവിനോടുള്ള ആത്മബന്ധത്തിലേക്ക്, നീതിപൂർവമായ ജീവിതത്തിലേക്ക്, ഒരു തികഞ്ഞ സ്നേഹത്തിലേക്ക്, അടിയുറച്ച വിശ്വാസത്തിലേക്ക്, സ്തോത്രത്തിലും പ്രാർത്ഥനയിലേക്കും കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു തികഞ്ഞ വിശ്വാസം നാം പ്രകടമാക്കണം. ഒന്നല്ലെങ്കിൽ വിശ്വാസം, അല്ലെങ്കിൽ വിശ്വാസവും അവിശ്വാസവും കലർന്ന ക്രിസ്ത്യാനിയുടെ പെരുമാറ്റവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസവും അവിശ്വാസവും കലർന്നവർക്ക് കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ കഴിയുകയില്ല. തികഞ്ഞ വിശ്വാസത്തിന്റെ ഉടമകളായി, ധൈര്യത്തിന്റെ ഉടമകളായി, സ്നേഹത്തിന്റെ ഉടമകളായി, കർത്താവ് ഒരു ആത്മബന്ധത്തിന്റെ ഉടമകളായി, സ്തോത്രത്തിലും കർത്താവിനെ വാഴ്ത്തുന്നതിലും പ്രാർത്ഥനയിലും ജാഗരിക്കുന്നവരായി, ഈ കാലഘട്ടത്തിന് കൊള്ളാകുന്നവരായിരിക്കാൻ ദൈവനാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വമുള്ള നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലസ്.